പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആനന്ദത്തിൻ്റെ പൂർണ്ണതയായ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് മാംസമായി അവതരിച്ച വചനം ഇന്ന് ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളത് എത്രയോ മനോഹരമായ സത്യമാണ്. ഇന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ സകല ഹൃദയങ്ങളിലും ക്രിസ്തു രാജാവായി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾക്ക് ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മിനി. ഞാൻ ദുബായിൽ 15 വർഷമായി നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഫാമിലിയായി ഷാർജയിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കൾ. ഞാൻ കോട്ടയം ജില്ല വെച്ചൂച്ചിറ സെൻറ്റ് ജോസഫ് പള്ളി ഇടവകയാണ്. എൻ്റെ പേര് സന്ധ്യ. ഞാൻ തിരുവനന്തപുരം പുതിയതുറ ഇടവക അംഗമാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ ഫാമിലിയായിട്ട് ഷാർജയിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് ഒരു മോനാണുള്ളത്, ജൊഹാൻ എന്നാണ് പേര്. എൻ്റെ പേര് ഷെല്ലു. ഞങ്ങൾ ഫാമിലിയായി 17 വർഷമായി ഷാർജയിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കൾ. നാട്ടിൽ ചങ്ങനാശ്ശേരി നെടുങ്കുന്നം ഇടവകയിലാണ്. ചെറുപ്പാലം മുതൽ തന്നെ നമ്മൾ കൂദാശകളിലൂടെ ഈശോയെ അറിഞ്ഞു വളർന്നു വന്നവരാണല്ലേ. എങ്കിലും പേഴ്സണലായിട്ട് ഈശോയെ നമ്മുടെ തൊട്ട അനുഭവങ്ങളുണ്ടാകും അല്ലേ മിനി ചേച്ചി? അതെ സന്ധ്യ, തീർച്ചയായിട്ടും. എൻ്റെ ജീവിതത്തിൽ ഈശോ എന്നെ തൊട്ടറിഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 1-2 സംഭവം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന ആളാണ്. എൻ്റെ മാതാപിതാക്കൾ ക്രിസ്തീയ വിശ്വാസം ഞങ്ങൾക്ക് മക്കൾക്കെല്ലാം കൃത്യമായിട്ട് തന്നെ തന്നിരുന്നു. ഞങ്ങൾ 8 മക്കളുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. എൻ്റെ മൂത്ത ചേച്ചി സിസ്റ്ററാണ്, ഞാൻ ഏറ്റവും ഇളയ ആൾ. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നത് എൻ്റെ അമ്മ രാവിലെ പള്ളിയിൽ പോയി വരുന്ന കാഴ്ചയാണ്. അത് അമ്മയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു ഞങ്ങൾ മക്കളെല്ലാവരും അവധി ദിവസങ്ങളിൽ കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ളത്. അന്നൊക്കെ എനിക്ക് ആ കുർബാനയെക്കുറിച്ചുള്ള മഹത്വം അത്ര മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി അന്വേഷിച്ച് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു വെളിയിലൊരു ജോലി അന്വേഷിക്കണം ഗൾഫ് രാജ്യങ്ങളിൽ. അങ്ങനെ അപ്ലൈ ചെയ്തു. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഈസി ആയിരുന്നു എനിക്ക്. അപ്പോൾ മാഡം എന്നോട് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിലാണ് ജോലി ചെയ്യാൻ ചോദിച്ചത്. പക്ഷേ എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ആ സമയത്ത് എനിക്ക് ജോലി തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു എന്നെ മടക്കി അയച്ചു. അപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. കാരണം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു അമേരിക്കൻ കമ്പനി ഹോസ്പിറ്റലായിരുന്നു. അപ്പം ഞാൻ തിരിച്ചു വന്ന് വളരെ വിഷമത്തോടെ വന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾക്കൊരു ചാപ്പലുണ്ട് ഹോസ്റ്റലിൻ്റെ താഴത്തെ ഫ്ലോറിൽ. അവിടെ വന്നിരുന്ന് കർത്താവിൻ്റെ ക്രൂശ് രൂപത്തിന് മുമ്പിലിരുന്ന് ഞാൻ തമ്പുരാനോട് പരാതി പറഞ്ഞു. ഞാൻ വളരെ ആഗ്രഹിച്ച് ഞാൻ പോയ ജോലിയാണ്, പക്ഷേ എനിക്ക് തന്നില്ലല്ലോ. എന്നാലും ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത ആളല്ലേ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങൾ ഇനിയും പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞ് ഞാൻ ആ പള്ളിയിൽ നിന്ന് വെളിയിൽ വന്നു. ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചു വന്നു ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ഫോൺ കോളിലൂടെ എന്നോട് പറഞ്ഞത് ഞാൻ ആ ഹോട്ടലിൽ ഇൻ്റർവ്യൂ നടന്ന ഹോട്ടലിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു ചെല്ലണോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആശങ്കയായി, പോകണോ വേണ്ടയോ. ഞാൻ ഓർത്തു എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തോ ഞാൻ മറന്നു വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചതെന്ന് ഞാൻ ഓർത്തു. എന്നിരുന്നാലും ഞാൻ തിരിച്ചു ചെന്നു. ഹോട്ടലിൽ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് അവിടെ ആഫ്റ്റർനൂൺ സെക്ഷന് നിറയെ കുട്ടികൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ചെന്ന ഉടനെ എന്നെ ഏജൻറ്റ് നേരെ മാഡത്തിൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന ഉടനെ മാഡം ഒരു പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് എന്നെ വിടുകയായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. എനിക്കായിട്ട് ആ ജോലി ദൈവം കരുതി വെച്ചിരുന്നല്ലോ.
എന്നോർത്ത് ഞാൻ വെളിയിറങ്ങി. അപ്പോൾ എന്നോട് ഏജൻറ്റ് ചോദിച്ചു, താൻ എന്തുവാണ് മാഡത്തിനെടുക്ക ചെയ്തത്? തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരുന്നപ്പം മാഡം തൻ്റെ കാര്യമാണ് സംസാരിച്ചത്, തന്നെ തിരിച്ച് വിളിക്കണമെന്നാണ് പറഞ്ഞത്. തൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് നോക്കിയിട്ട് തന്നെ തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൻ്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് തിരിച്ച് വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വന്നത്, ഞാൻ ആ ചാപ്പലിരുന്ന് തമ്പുരാനോട് എൻ്റെ പരാതി പറഞ്ഞ സമയം ഇവിടെ ആ മാഡം ആ സമയത്താണ് എന്നെക്കുറിച്ച് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അതെനിക്ക് വളരെയായിട്ട് ടച്ച് ചെയ്ത അനുഭവമാണ്. മിനി സിസ്റ്റർ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് യേശയ്യ 65:24. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം വരലും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. എൻ്റെ ജീവിതത്തിൽ ഈശോയുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിച്ചത്, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എങ്കിലും എനിക്ക് ശരിക്കും അതിനകത്ത് ആഴമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് ശരിക്കും തുടങ്ങിയത് സൗദിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ ഫാമിലി വേറെ നിൽക്കുമായിരുന്നു. മീൻസ് ഹസ്ബൻഡും മോനും വേറെ, ഞങ്ങൾ മൂന്നിടത്തായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതെനിക്ക് വളരെ വിഷമമായി. അങ്ങനെ ആ വിഷമത്തിൽ ഞാൻ എൻ്റെ ഈശോയിലേക്ക് തിരിയുമായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഒത്തിരി പ്രാർത്ഥനകൾ ഞാൻ ഹൃദ്യസ്ഥമാക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് അവിടുത്തെ പരിമിതികളൊക്കെ നമുക്കറിയാമല്ലോ, വിശുദ്ധ കുർബാനയില്ല, കുമ്പസാരമില്ല, അങ്ങനെയൊക്കെ. പിന്നെ വിശുദ്ധ കുർബാനയൊക്കെ ഞാൻ ഓഡിയോ കാസറ്റൊക്കെ ഇട്ട് അത് മസ്റ്റായിട്ടും അത് എനിക്ക് കേൾക്കാനായിട്ടുള്ള ഒരാഗ്രഹവും ഒത്തിരി പ്രാർത്ഥിക്കാനും എവിടെ നിന്ന് പ്രാർത്ഥനകൾ കിട്ടിയാലും അതൊക്കെ ചൊല്ലാനും ഒക്കെയുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അവിടെ വെച്ചാണ് ബൈബിള് മുഴുവൻ വായിച്ച് തീർക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ എന്നുള്ള ഒരു തിരുവചനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഈശോയുമായിട്ട് കൂടുതൽ ഇടപഴകാനും കൂടുതൽ പ്രാർത്ഥിക്കാനും എൻ്റെ സമയം ആ പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കാനായിട്ടും എനിക്ക് സാധിച്ചു. പ്രൈസ് ദ ലോർഡ്. ചേച്ചി പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയണമെന്ന് തോന്നിയത്. 2015 എൻ്റെ ആദ്യത്തെ ജോലി നഷ്ടപ്പെട്ടിട്ട് ഞാൻ രണ്ടാമതൊരു ജോലി അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ആദ്യത്തെ സ്ഥാപനം എനിക്ക് പ്രൈവറ്റ് ലൈസൻസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിനി ഗവൺമെൻറ് സെക്ടറിൽ മാത്രമേ ജോബ് അന്വേഷിക്കാനും തുടരാനും പറ്റുള്ളൂ. കാരണം MOH ഇവാലുവേഷൻ എനിക്ക് 8 months മാത്രമേ വാലിഡിറ്റി ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ പീരീഡിനുള്ളിൽ ഞാൻ ഏതെങ്കിലും മിനിസ്ട്രിയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, അവരെനിക്ക് ലൈസൻസ് റിന്യൂ ചെയ്യണം. ഇത്രയും പ്രശ്നങ്ങളുള്ള ആ സാഹചര്യത്തിലാണ് ശരിക്കും ഞാൻ ദൈവമായിട്ട് കൂടുതൽ പ്രാർത്ഥനയിലോട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അന്ന് ഞാൻ നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയിലോട്ട് വരികയും ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈസ്റ്റർ കരുണയുടെ വീക്കായിരുന്നു അത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് ഈശോയുടെ കരുണ കൊന്തൊക്കെ ചൊല്ലുന്ന ആ സമയം ഈശോയുടെ മുന്നിലിരുന്ന് ഞാൻ എൻ്റെ എല്ലാ സങ്കടവും പറഞ്ഞു. എൻ്റെ ഈശോയെ നീ അല്ലാതെ മറ്റാരും ഇല്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഫുള്ള് സമർപ്പിച്ചിട്ട് അതിനുശേഷം ഞാൻ ജോബ് അന്വേഷിച്ച് പോവുകയാണ്. ഞാൻ എൻ്റെ CV സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേട്രൻ്റെ ഓഫീസിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം വേക്കൻസി ഒന്നുമില്ല, എങ്കിലും നിരന്തരമായിട്ട് ഞാൻ പോയതിൻ്റെ ഫലമായിട്ട് അവരൊരു ശല്യം ഒഴിവാക്കത്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ CV അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഞാൻ അന്ന് ചെയ്തത് എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ട ശേഷം മേട്രൻ്റെ ഓഫീസിൽ പോവും. മേട്രനോട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ സംസാരിക്കും. അങ്ങനെ അവസാനം അവർ എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ്. ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. 4 ആൾക്കാരാണ് അന്ന് സെലക്ട് ആയത്. അന്ന് സെലക്ട് ആയിട്ട് അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ നിനക്ക് തരാൻ പോകുന്ന ഓഫർ ലെറ്ററിൽ നിൻ്റെ ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറാൻ ബോർഡറാണ്. ആർ യു വില്ലിങ് ടു കം ഓർ നോ? ഇഫ് യു ആർ നോട്ട് കം, ഓക്കെ സ്റ്റോപ്പ്, ഫിനിഷ്, ലൈക്ക് ദാറ്റ് ദേ സെഡ്. അപ്പോൾ ഞാൻ ഓക്കെ അവിടെ ഇരുന്ന് അന്ന് ഞാൻ എൻ്റെ കുർബാനയ്ക്ക് കേട്ട ഒരു വചനം ഇതായിരുന്നു, ഇന്നാണ് രക്ഷയുടെ ദിനം, ഇതാണ് സ്വീകാര്യമായ സമയം. അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ആര് പറഞ്ഞു, സേ യെസ് പറഞ്ഞാൽ മാത്രമേ കർത്താവിന് ചില സമയത്ത് നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു യെസ് മാഡം, ഐ ആം റെഡി. അങ്ങനെ അവരെൻ്റെ പേപ്പേഴ്സ് പ്രൊസീഡ് ചെയ്തു. പിന്നെയും 6 months പിടിച്ചു എൻ്റെ ജോബ് എനിക്ക് അവർ എൻ്റെ ഓഫർ ലെറ്റർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ പേപ്പേഴ്സ് എല്ലാം ശരിയാൻ 6 months പിടിച്ചു. പിന്നെ അവരെന്നോട് പറഞ്ഞത് ഓക്കെ നിയറസ്റ്റ് ഷാർജ PHCയിൽ നീ ജോയിൻ ചെയ്യുക, അതിനുശേഷം എന്നാണോ ഇറാൻ ബോർഡറിൽ കാര്യങ്ങളും പേപ്പേഴ്സും ശരിയാവുന്നത് നിനക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ജോബ്
സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 2023 അൻറ്റിൽ നൗ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ദൈവം എന്നെ പിടിച്ചു നിർത്തുന്നു, ഇന്നും വഴി നടത്തുന്നു. ആ പേപ്പേഴ്സും കാര്യങ്ങളും ഇതുവരെ ഇറാൻ ഗവൺമെൻറ് സമ്മതിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴിയിലൂടെ അവിടെ നിന്ന് എന്നെ നടത്തുന്നു. സന്ധ്യ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു വചനം ഓർമ്മ വരുന്നത്. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന നമ്മൾ ഒത്തിരി അലസമായിട്ടും അറിവില്ലാതെയും ഒക്കെ നമ്മൾ കുർബാന അർപ്പിക്കാൻ പോയിട്ടുണ്ട്, അതൊരു കടമയെന്നുള്ള നിലയിൽ. എന്നാൽ ദൈവത്തെ നമ്മൾ കൂടുതലായിട്ട് അറിയുവാൻ സാധിച്ചപ്പോൾ ആ ബലിയർപ്പണം ഒത്തിരി സ്നേഹത്തോടെയും ദാഹത്തോടെ അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ പറയുവാണെങ്കിൽ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമായത്, ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതല്ലാതെ മസ്റ്റായിട്ടും പോകണമെന്നുള്ള ഒരു ചിന്തയൊന്നും എനിക്കില്ലായിരുന്നു. ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് ടയേർഡായെങ്കിൽ ഇന്നത്തേക്ക് കുർബാന കൂടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ ഞാൻ നമ്മുടെ കൂട്ടായ്മയിലേക്കൊക്കെ കടന്നു വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ശ്രദ്ധിക്കുന്നത് കൂട്ടായ്മയിലുള്ള സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും അവർ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും അവർ ഡെയിലി കുർബാനയ്ക്ക് വരുന്നതും ഒത്തിരി ഭക്തിയോടുകൂടി തന്നെ കുർബാന അർപ്പിക്കുന്നതും ഒക്കെ എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ എനിക്കും എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടം വിശുദ്ധ കുർബാനയോട് തോന്നി തുടങ്ങി. പിന്നെ ഞാൻ ഒത്തിരി ടോക്കുകളൊക്കെ കേൾക്കാൻ തുടങ്ങി വിശുദ്ധ കുർബാനയെക്കുറിച്ച്. പിന്നെ നമ്മുടെ ഈ വർഷം അലൈനി വെച്ച് നടന്ന പെന്തക്കോസ്ത പ്രാർത്ഥനയിൽ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറി. കാരണം അവിടെ വെച്ച് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. അങ്ങനെ അന്നേരപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഉള്ളിലൊരു ബോധമുണ്ടായി, എൻ്റെ ഈശോ എന്നെ ഇത്രയധികം കാത്തു പരിപാലിച്ചിട്ട് ഞാൻ എന്താണ് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്തത്. അന്നേരപ്പം മുതൽ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഒരിക്കലും എൻ്റെ ഒരു വിശുദ്ധ കുർബാനയും പാഴായി പോകാതെ അത് അങ്ങേയറ്റം ഭയഭക്തിയോടുകൂടി അർപ്പിക്കാനും കൂട്ടായ്മകളിലൊക്കെ വന്നു ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും അങ്ങനെ ഞാനൊരു തീരുമാനം എടുക്കുകയായിരുന്നു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു വചനമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ പഴയ തലമുറയൊക്കെ കുർബാനയ്ക്ക് എന്തുമാത്രം വില കൊടുത്താണ് കാണുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ അമ്മയുടെ കാര്യം തന്നെ എടുത്താൽ, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 92 വയസ്സുണ്ട്. കൊറോണ വരെ അമ്മയൊന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഇപ്പം അതിന് ഞങ്ങൾ വിടാറില്ല. അതുകൊണ്ട് വെളുപ്പിനെ ടിവിയുടെ മുമ്പിൽ, ശാലോം ടിവിയുടെ മുമ്പിൽ ഓൺലൈൻ കുർബാന, അതും എത്ര ഭക്തിയോടുകൂടെ സ്നേഹത്തോടും കൂടെ ആ കുർബാന അർപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. തലേ തുണിയിട്ട് തിരി കത്തിച്ച് വെച്ച് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് കുർബാന അർപ്പിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം ഞാൻ അന്നൊക്കെ നഷ്ടപ്പെടുത്തിയ കുർബാനയെ ഓർത്ത് എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം മാക്സിമം കുർബാന അർപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ. ചേച്ചി പറഞ്ഞപ്പോഴാണ് ശരിക്കും കുർബാന നമ്മൾ മിസ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ കോവിഡിൻ്റെ ടൈമിൽ. അതെ, നമുക്ക് കാണണം എന്താ, നമ്മൾ ഈവൻ ഓൺലൈനിലൂടെ കാണുന്നുണ്ടെങ്കിൽ പോലും ഡയറക്റ്റായിട്ടുള്ള ആ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിരുന്നു ആ സമയത്ത്. അത് 2019 ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ശരിക്കും ആത്മീയമായിട്ടൊരു വരൾച്ചയുടെ സമയമായിരുന്നു. എത്ര പ്രാർത്ഥിച്ചാലും ആ ഒരു അനുഭവം വരുന്നില്ല. എന്നാണ് നമുക്ക് ഷാർജയിൽ ആ പെർമിഷൻ കിട്ടിയത്, നമ്മുടെ കുർബാന സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഫസ്റ്റ് മാസം അറ്റൻഡ് ചെയ്തപ്പോൾ, ഈശോയുടെ ആ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ആ ഒരു സന്തോഷം, ആ ഒരു ശക്തി എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വലിയൊരു അനുഭവമായിരുന്നു അത്. ഞാൻ അതിനുശേഷം അന്ന് ഞാൻ തീരുമാനം എടുത്തു, ഇനിയുള്ള കുർബാനകൾ ഞാൻ തീർച്ചയായിട്ടും പരിപൂർണമായിട്ടും ഞാൻ അർപ്പിക്കും. അതോടൊപ്പം എൻ്റെ മകനെയും അവനും കൂടെ കണ്ടു വളരട്ടെ, നമ്മളെങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കുന്നതെന്ന്, അവനെയും ഞാനതിൽ പങ്കെടുപ്പിക്കുന്നതെന്ന് ഞാൻ തീരുമാനം എടുത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സഹനങ്ങളിൽ കടന്നു പോകാറുണ്ടല്ലേ. ആദ്യമൊന്നും എനിക്ക് വലിയ സഹനങ്ങളും കഷ്ടപ്പാടുകളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ദൈവത്തെ ആഴമേറി അന്വേഷിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻസിയിൽ സമയത്ത് എൻ്റെ മോള് ആദ്യത്തെ പ്രഗ്നൻസിയിൽ 7-ാം മാസം ഞാൻ അറിയുന്നു. അപ്പോൾ എനിക്ക് പോളിഹൈഡ്രാമിനസ് ഉണ്ടായിരുന്നു, വെള്ളം കൂടുതൽ കിട്ടുന്ന അവസ്ഥ. അപ്പോൾ 7-ാം മാസത്തിലെ സ്കാനിങ്ങിലാണ് ഞാൻ അറിയുന്നത് എൻ്റെ കുഞ്ഞിന് ഒരുപാട് അംഗവൈകല്യം ഉണ്ടെന്ന് അറിയുന്നു. സ്കള്ളിൻ്റെ അബ്നോർമാലിറ്റി, ചെസ്റ്റ് ക്യാവിറ്റി, അതായത് ലങ്സ് വികസിച്ചിട്ടില്ലായിരുന്നു, ഇൻറ്റസ്റ്റൈനിൽ ഒട്ടൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടർ ഞങ്ങളെ കൗൺസിലിങ്ങിന് വിളിച്ചു, എൻ്റെ ഹസ്ബൻഡിനെ കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് അധികം നേരം ജീവിച്ചിരിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പം ആ ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ NIC ഫെസിലിറ്റി ഇല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു NIC ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷാർജയിൽ തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറി. അങ്ങനെ ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് ഫീലായിരുന്നു എനിക്ക്. അതുവരെ ഞാൻ അധികമൊന്നും ദൈവത്തെ ആഴമായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു.
ആ സമയത്ത് ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കാൻ തുടങ്ങി. മാതാവിനെ കൂട്ടുപിടിച്ചു, കൊന്ത കയ്യിലെടുത്തു. രാപ്പകലില്ലാതെ കണ്ണുനീരിലാണ് എൻ്റെ പ്രഗ്നൻസി പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പലരോടും പ്രാർത്ഥന സഹായം ചോദിച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വിളിച്ച് എൻ്റെ ബ്രദറും എൻ്റെ അമ്മയൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഒരു പിടുത്തം പിടിച്ചതാ, ഒരു തട്ട് തന്നതാണ്, അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, കുഞ്ഞിനൊരു കുഴപ്പം വരത്തില്ല, ധൈര്യമായിട്ടിരുന്നു, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുമായിരുന്നു ഓരോ ദിവസവും. അപ്പോൾ എനിക്ക് തമ്പുരാനോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, തമ്പുരാനെ നീ എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഒരു നോർമൽ കുഞ്ഞിനെ തരണം, എനിക്കൊരു അംഗവൈകല്യമുള്ള കുഞ്ഞിനെ തരരുത്. അങ്ങനെ പറഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞിനെ റെസസിറ്റേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് വെളിയിൽ വന്ന് കരഞ്ഞുകൊണ്ടാണ് വെളിയിൽ വന്നത്. അന്നേരം അവർ കുഞ്ഞിനെ എടുത്ത് മാറ്റി. അപ്പോഴും എന്നെ കാണിച്ചില്ല. അപ്പം തിരിച്ച് കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് 2-3 സിസ്റ്റർമാർ തിരിച്ചു വന്നു. എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിന് നോർമൽ കുഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസമില്ല. കാരണം എൻ്റെ സ്കാൻ റിപ്പോർട്ട് ഒരുപാട് അബ്നോർമാലിറ്റിയുള്ള കുഞ്ഞിനെ ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നതോടെ വരെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് കുഞ്ഞിൻ്റെ അടുത്തെത്തി. കാണുമ്പം മിടുക്കിയായിട്ട് എൻ്റെ കുഞ്ഞ് കിടക്കുന്നു. ഒരു കുഴപ്പം, ഒരു ഓക്സിജൻ പോലും എൻ്റെ മോൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. സാച്ചുറേഷനും എല്ലാം നോർമൽ വൈറ്റൽ സൈൻസ് ആയിരുന്നു. അതെൻ്റെ ജീവിതത്തിന് ഭയങ്കരമായിട്ട് മാറ്റം വരുത്തി. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു അനുഭവമായിരുന്നത്. അപ്പം ഞാൻ യേശയ്യ 30:20 പറഞ്ഞതുപോലെ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നെ ഒന്നും മറഞ്ഞിരിക്കുകയില്ല, നിൻ്റെ നയനങ്ങൾ ഗുരുവിനെ ദർശിക്കും. അതെൻ്റെ ജീവിതത്തിലെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു വചനമായിരുന്നു. ചേച്ചി പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് എൻ്റെ മമ്മി മരിച്ച സമയമാണ്. ശരിക്കും പറഞ്ഞാൽ മമ്മി മരിച്ചിട്ട് നെക്സ്റ്റ് മന്താണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ഞങ്ങൾക്ക് 6 years ആയിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് എല്ലാവരും പറഞ്ഞൊരു സമയമാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ മമ്മി മരിച്ചിട്ട് നമുക്ക് സംസാരിക്കാനും നമുക്ക് ആരുമില്ല, നമ്മുടെ കൂടെ ഒരു വളരെയധികം ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്. ശരിക്കും നമ്മുടെ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി, അമ്മമാരുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം. ആ സമയത്ത് ആരുമില്ല ഒന്ന് ചോദിക്കാനും കാര്യങ്ങൾ അറിയാനും. പിന്നെ നമ്മുടെ കുഞ്ഞിനെ കയ്യിൽ നമുക്ക് കിട്ടുമ്പോഴും ഒക്കെ നമുക്ക് സന്തോഷിക്കേണ്ട സമയത്ത് അതേപോലെ തന്നെ സങ്കടവും ഫ്രണ്ടിലുണ്ടായിരുന്ന സമയം. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി കേട്ടിട്ടും പറഞ്ഞിട്ടും ഉണ്ടെങ്കിലും നമ്മുടെ പരിശുദ്ധ മാതാവ് നമുക്കൊരു അമ്മയാണ്. ഞാൻ തിരിച്ച് എൻ്റെ മാതാവിനെ എൻ്റെ മമ്മിയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഞാൻ മാതാവിനെ മുറുകെ പിടിക്കേണ്ട സമയമാണ് എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് തിരിച്ചു വന്ന സമയമാണത്. ആ സമയത്ത് മാതാവ് എന്നെ ശക്തിപ്പെടുത്തി, ഇന്നും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മാതാവ് എൻ്റെ മമ്മിയുടെ സ്ഥാനത്ത് നിന്ന് ഓരോ കാര്യങ്ങളിൽ എന്നെ വഴി നടത്തുന്നു. അതല്ല ഇതാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എന്നെ നയിക്കുന്നത് എനിക്ക് അനുഭവവേദ്യമായതുകൊണ്ട് എനിക്കിന്ന് ധൈര്യമായിട്ട് പറയാം. ഇന്ന് അമ്മമാരില്ലാത്ത ഓരോ മക്കളോടും എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് എനിക്ക് ആകുന്ന ഇത് എനിക്ക് ശക്തിപ്പെടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, സഹനങ്ങളിലൂടെ ഈശോയെ കണ്ടെത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, എൻ്റെ മൂത്ത മകനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയമാണ്. ആ സമയം ഞാനൊരു TB ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായി. എനിക്കൊരു എക്സ്റേ എടുക്കേണ്ടി വന്നു. ആ എക്സ്റേ എടുത്തതിന് ശേഷം ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അങ്ങനെ ആ എക്സ്റേ കണ്ട ഡോക്ടേഴ്സ് എല്ലാം എന്നോട് പറഞ്ഞു, ഈ തുടക്കത്തിൽ തന്നെ എക്സ്റേ എടുത്തപ്പോഴത്തേക്കും അത് കുഞ്ഞിന് ഒത്തിരി പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒത്തിരി വിഷമത്തോടെയാണ് ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ ഫാമിലി അവരെ എല്ലാവരെയും അറിയിച്ചു വിവരം. ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു, എൻ്റെ ഈശോ എനിക്ക് തരുന്നത് ഏതവസ്ഥയിലാണേലും ആ കുഞ്ഞിനെ എനിക്ക് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് തരണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഞങ്ങൾ വയറേൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന വചനമാണ് അവിടെ പ്രാവർത്തികമായത്. പിന്നെ എനിക്കതിന് ശേഷം എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെയാണെങ്കിൽ എൻ്റെ എല്ലാ സഹനങ്ങളിലും ഏതൊക്കെ എനിക്ക് വിഷമങ്ങളുണ്ടായാലും ആ വിഷമങ്ങളൊക്കെ മറ്റുള്ളവർ അനുഭവിക്കുന്നത് കൂടെ ചേർത്ത് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കാറുണ്ട്. ജോലി മേഖലകളിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ നഴ്സുമാർ. എങ്കിലും നമുക്ക് ആ പ്രതിസന്ധികൾക്കിടയിലും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കാറുണ്ട്. അതുപോലെ ഒരു അനുഭവം എനിക്കുണ്ട്.
പ്രത്യേകിച്ച് ആ കൊറോണ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു പേഷ്യൻ്റ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ ഞങ്ങളുടെ അടുത്ത് വന്നു, ഞങ്ങളുടെ ക്ലിനിക്ക് വന്നു. കോവിഡ് പോസിറ്റീവായിട്ട്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ്, ഓക്സിജൻ സാച്ചുറേഷൻ വളരെ കുറവാണ്. അപ്പോൾ അതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് എന്താണ്, ആ പേഷ്യൻറ്റിൻ്റെ മാനസിക നില വളരെ താഴ്ന്ന നിലയിലായിരുന്നു. അവർ വളരെ ഡിപ്രസ്ഡായിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ ജീവനോടെ ഞാൻ തിരിച്ചു പോകില്ല, എനിക്ക് എൻ്റെ മക്കളെ കാണാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യും സിസ്റ്റർ എന്നാണ് ഞങ്ങളോട് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാനും എൻ്റെ കൊളീഗും കൂടി ഞങ്ങൾ ചെന്ന് ഒത്തിരി അവരെ ആശ്വസിപ്പിക്കാൻ നോക്കി. അവസാനം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. അപ്പോൾ അവർക്കും അറിയാം, ഈശോയെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്, അറിയാവുന്നവരാണ്. ഈ ക്രിസ്തുമത വിശ്വാസി അല്ലെങ്കിലും യേശുവിനെ നന്നായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളോട്, ശരി സിസ്റ്റർ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അന്ന് രാത്രിയിൽ ഞാനും എൻ്റെ കൊളീഗും കൂടി ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരെ ഞങ്ങൾക്ക് ഇന്നും ഒരു അനുഭവമാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ എനർജി തിരിച്ച് കിട്ടുന്ന നമുക്ക് ഫീൽ ചെയ്യും. അന്ന് ആ സമയത്ത് ആ പേഷ്യൻ്റ് നല്ല സുഖമായിട്ടുള്ള ഒരു ഉറക്കത്തിലേക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ നഴ്സിംഗ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജിയോടുകൂടി ഞങ്ങൾ തിരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗ്യപത്രമായിട്ട് എന്താണെന്ന് വെച്ചാൽ, ആ പേഷ്യൻ്റ് തിരിച്ചൊരു ലെറ്റർ എഴുതി, ഒരു അപ്രിസിയേഷൻ ലെറ്റർ ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന ശേഷം അവർക്ക് ഈ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്ന ഒരു അനുഭവം, ഉണ്ടാക്കി കൊടുത്ത ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതിനുശേഷം അവർ പോയ ഹോസ്പിറ്റലിലും അവരുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം അവർക്ക് പോസിറ്റീവായി വന്നു. അവർ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ ചെന്നു. എനിക്ക് എൻ്റെ മക്കളെയും ഹസ്ബൻഡിനെയൊക്കെ കാണാൻ പറ്റി. ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്ത സ്റ്റാഫിന് ഒത്തിരി നന്ദിയെന്ന് പറഞ്ഞ് അവർ കൊടുത്ത ലെറ്റർ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ, അതൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് ഒരു യേശുവിനെ കൊടുക്കുമ്പോൾ തിരിച്ച് അവരുടെ ജീവിതത്തിൽ അത് നന്മയായിട്ട് ഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. സന്ധ്യ പറഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിലും ജോലി മേഖലയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഞാൻ പലപ്പോഴും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളുടെ വാർഡിലാണ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും സിക്ക് കൊച്ചുങ്ങളുടെ അടുത്ത് അവർ അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ ഞാൻ അവർക്കൊരു ആശ്വാസമാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുണ്ട്. നിശബ്ദമായി, നമുക്ക് പുറമേ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിശബ്ദമായി അവരുടെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ പേരൻസ്, കുഞ്ഞുങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വേദനിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ അവരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ ഡെലിവറി അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ കുഞ്ഞുങ്ങളെ റിസീവ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ആ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അവരെ സ്വീകരിക്കാറ്, ഒരു നോർമലായി കുഞ്ഞിനെ കിട്ടാനായിട്ട് എപ്പോഴും പ്രാർത്ഥിച്ച് ഒരുങ്ങാറുണ്ട്. ഇനി സിസ്റ്റർ ഇത് പറഞ്ഞപ്പം, ഞാനും പിള്ളേരുടെ വാർഡിലാണ് ജോലി ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഓപ്പണായിട്ടൊന്നും പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സൈലൻറ്റ് പ്രെയർ നടത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ കാനുലേഷനൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ഒത്തിരിയും ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയുടെ നാമം വിളിച്ചുകൊണ്ട്, ദൈവമേ എൻ്റെ കഴിവും കൊണ്ട് ഒന്നും നടക്കില്ല, അങ്ങയുടെ നാമ മഹത്വത്തിനായി ഇത് നടത്തി തരണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഫിലിപ്പി 4:13 എന്ന വചനമാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ആ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു മിറക്കിൾ പോലെ ഒത്തിരി കാര്യങ്ങൾ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 113 അധ്യായം 3 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകരപ്പെടുന്നതിന് സഹായകമാകണം. അതിനായി
ഇന്നിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.